ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒരു മെഴുകുതിരി വെട്ടം പോലെയാണ്. കാറ്റടിച്ചാൽ അതണഞ്ഞു പോകും. എന്നാൽ ഉള്ളിൽ നിന്ന് കണ്ടെത്തുന്ന സമാധാനം സൂര്യപ്രകാശം പോലെയാണ്. അതാർക്കും കെടുത്തിക്കളയാൻ കഴിയില്ല. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ സത്യത്തിൽ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഉള്ളിലെ കരുത്ത് തിരിച്ചറിയാൻ അവർ നിങ്ങൾക്ക് വഴിമരുന്നിട്ടു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതിതാണ്: ആരോടും പരാതിപ്പെടരുത്, ആരെയും നിർബന്ധിക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ആ ശൂന്യതയെ പ്രാർത്ഥന കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നിറയ്ക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന നിമിഷം ലോകം മുഴുവൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. കാരണം തനിയെ നടക്കാൻ ഭയമില്ലാത്തവന്റെ കൂടെ നടക്കാനാണ് ഈ ലോകത്തിനെപ്പോഴും ഇഷ്ടം. ഓർക്കുക, കാട്ടിലെ സിംഹം ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ആകാശത്തിലെ സൂര്യനും ഒറ്റയ്ക്കാണ് ഉദിക്കുന്നത്. ഒറ്റയ്ക്കായിരിക്കുക എന്നത് ഒരു ബലഹീനതയല്ല, അതൊരു വലിയ കരുത്താണ്. ആ കരുത്ത് നിങ്ങളിലുണ്ട്. ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള അവഗണനയാണ്. പ്രതികാരം ചെയ്യാൻ കഴിയില്ല, എന്നാൽ സഹിക്കാനും വയ്യ. ബന്ധങ്ങളിലെ അവഗണനയും ദാമ്പത്യത്തിലെ ഒറ്റപ്പെടലും. പലരും ചോദിക്കാറുണ്ട്, നമ്മളെ അവഗണിക്കുന്നത് നമ്മുടെ രക്തബന്ധങ്ങളോ നമുക്ക് പ്രിയപ്പെട്ടവരോ ആണെങ്കിൽ അവർക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ നമുക്ക് കഴിയുമോ എന്ന്. ഇല്ല, നമുക്കതിന് കഴിയില്ല. കാരണം നമ്മുടെ ഹൃദയം സ്നേഹിക്കാൻ മാത്രം പഠിച്ച ഒന്നാണ്. അവർക്കു നേരെ വാതിലുകൾ കൊട്ടിയടയ്ക്കാൻ നമുക്കാവില്ല. അവിടെയാണ് നമ്മുടെ വേദന ഇരട്ടിയാവുന്നത്. സ്നേഹിച്ചവർ തന്നെ വേട്ടയാടുമ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ ഉള്ളിൽ നീറുന്ന ഒരു സാധാരണക്കാരന്റെ ഗതികേട് അത് അനുഭവിച്ചവർക്കേ അറിയൂ. മറ്റൊരു വലിയ ഒറ്റപ്പെടലുണ്ട്. സന്തോഷകരമെന്ന് പുറം ലോകം കരുതുന്ന ദാമ്പത്യത്തിനുള്ളിലെ ഒറ്റപ്പെടൽ. ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒരേ കട്ടിലിൽ കിടക്കുമ്പോഴും രണ്ട് ധ്രുവങ്ങളിലായി പോകുന്ന മനസ്സുകൾ. പരാതികളില്ല, വഴക്കുകളില്ല, പക്ഷേ പരസ്പരം പങ്കുവയ്ക്കാൻ വാക്കുകളുമില്ല. കൂടെയുള്ളയാൾക്ക് നിങ്ങളുടെ മൗനം പോലും മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ആ വലിയ വീട് ഒരു കാട്ടുപോലെ നിങ്ങളെ വിഴുങ്ങാൻ തുടങ്ങും. പങ്കാളിയോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും അവർക്കതിന് താൽപ്പര്യമില്ല എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ആ ശൂന്യത, അതേതൊരു മരണത്തെക്കാളും ഭീകരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരോട് പക കാണിക്കരുത്. പകരം അവരിലേക്ക് അമിതമായി ചാഞ്ഞു നിൽക്കുന്നതൊന്നു നിർത്തുക. മരത്തിനു ചുവട്ടിലെ മണ്ണു നീക്കിയാൽ മരമുറങ്ങും എന്ന് കരുതി നമ്മൾ ആ മണ്ണായി തന്നെ നിൽക്കും. പക്ഷേ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തി ആരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അവരോട് കലഹിക്കാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു സ്വന്തം ലോകം പണിയുക. അവിടെ നിങ്ങളും നിങ്ങളുടെ ദൈവവും മാത്രം മതി. നിങ്ങൾ നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തുമ്പോൾ നിങ്ങളെ അവഗണിച്ചവർക്ക് നിങ്ങളുടെ ആ സാമീപ്യം ഒരു അത്ഭുതമായി തോന്നിത്തുടങ്ങും. നമ്മൾ ആരോടൊക്കെയാണ് തോറ്റുപോയത്? ആരിൽ നിന്നൊക്കെയാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോയത്? ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? കൂടെ പിറന്നവരിൽ നിന്ന്, ജീവശ്വാസമായി കണ്ട പങ്കാളിയിൽ നിന്ന്, ചോര നീരാക്കി വളർത്തിയ മക്കളിൽ നിന്ന്, എന്തിന് കഷ്ടപ്പാടിൽ കൂടെ നിന്ന ചെങ്ങാതിമാരിൽ നിന്ന് വരെ നമ്മൾ ഇന്ന് അകന്നു പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ നമ്മളെ ഒറ്റപ്പെടുത്തിയത്? നിങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ? അതോ ഒന്നിനും കൊള്ളാത്തവരായതുകൊണ്ടാണോ? അല്ല, നിങ്ങൾ അവരെ അമിതമായി സ്നേഹിച്ചതുകൊണ്ടാണ്. അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം തന്നെ ഉരച്ചു തീർത്തതുകൊണ്ടാണ്. നിങ്ങളെ എപ്പോൾ വിളിച്ചാലും കിട്ടുമെന്നും എന്തു ചെയ്താലും നിങ്ങൾ ക്ഷമിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. നിങ്ങളുടെ ആ ലഭ്യതയാണ് അവരെ നിങ്ങളിൽ നിന്ന് അകറ്റിയത്. പണമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്നവർക്ക് മുന്നിൽ മനസ്സു മാത്രം കയ്യിലുള്ള സാധാരണക്കാരൻ തോറ്റുപോയതാണ്. ഒടുവിൽ ഒരു പഴയ വസ്ത്രം പോലെ
നിങ്ങളെ അവർ മൂലയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ആ മുറിവ് ആഴമുള്ളതാണ്. ഞാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ ആ വേദന. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ വേദനകളെക്കുറിച്ചാണ്. എന്നാൽ ഇനി നമ്മൾ സംസാരിക്കേണ്ടത് നമ്മുടെ അതിജീവനത്തെക്കുറിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വിത്ത് മണ്ണിൽ ഒറ്റയ്ക്ക് കിടന്ന് മണ്ണോട് പൊരുതുമ്പോഴാണ് അതൊരു വലിയ വൃക്ഷമായി മാറുന്നത്. നിങ്ങളും ഇപ്പോൾ ആ പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിലാണ്. മറ്റുള്ളവർ നിങ്ങളെ അവഗണിക്കുന്നു എന്ന് തോന്നുമ്പോൾ വിഷമിക്കരുത്. അത് നിങ്ങളെ സ്വയം പര്യാപ്തരാക്കാൻ കാലം നൽകുന്ന അവസരമാണ്. നിങ്ങൾ എത്രത്തോളം ഒറ്റപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളും വലിയ ചിന്തകളും ഉണ്ടായത് മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്ന നിമിഷങ്ങളിലാണ്. നിങ്ങളുടെ ഈ ഏകാന്തതയെ ഒരു തടവറയാക്കണോ അതോ ഒരു തപസ്യയാക്കണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്.